നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 14 മാസമായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തൽ കരാറിനുള്ള വഴി തെളിയുന്നു. ഇരുഭാഗത്തുള്ളവരെയും വെടിനിർത്തലിന് പ്രേരിപ്പിക്കാനുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് അമേരിക്ക, ഈജിപ്ത്, ഖത്തർ എന്നീ രാജ്യങ്ങളാണ്. ഇവരുടെ മധ്യസ്ഥതയിൽ ആഴ്ചകളായി നടക്കുന്ന ചർച്ചയിൽ പുരോഗതിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറുന്ന കാര്യത്തിൽ സമയക്രമം വേണമെന്ന കാര്യം അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായതോടെയാണ് വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാകാനുള്ള വഴി തെളിഞ്ഞത്. കരാറിലേക്ക് എന്നതേക്കാളും കൂടുതൽ അടുത്തുവെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം കരാറിലെ വ്യവസ്ഥകളെ പറ്റി ഇപ്പോഴും ധാരണകളായിട്ടില്ല. ഹമാസുമായുള്ള യുദ്ധത്തെ തുടർന്ന് തകർന്ന നിലയിലാണ് ഗാസ. ഭൂരിഭാഗം അടിസ്ഥാന സൗകര്യങ്ങളും നശിച്ചു. നിർണ്ണയിക്കാനാകാത്ത വിധത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ഗാസയിലെമ്പാടും ഇസ്രായേൽ ആക്രമണത്തിലൂടെ ഉണ്ടായത്. വെടിനിർത്തലിന് ഹമാസ് വഴങ്ങാൻ തയ്യാറായത് സഖ്യകക്ഷിയായ ലെബനനിലെ സായുധ സംഘടന ഹിസ്ബുള്ള ദുർബലമായതോടെയാണ്. ഇസ്രായേലുമായി ഹിസ്ബുള്ള വെടിനിർത്തൽ കരാറിൽ എത്തിയിരുന്നു. ഇതോടെ ഹമാസ് കൂടുതൽ ഒറ്റപ്പെട്ടു. യമനിലെ ഹൂതി വിമതർക്ക് നേരെയും അമേരിക്കയുടെ നേതൃത്വത്തിൽ ശക്തമായ ആക്രമണം നടക്കുന്നതിനാലും ആയുധ സാമ്പത്തിക സഹായം കുറഞ്ഞത് ഹമാസിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. ഇതിന്റെ കൂടെ സിറിയയിൽ വിമതർ അധികാരം പിടിച്ചതോടെ ഇറാനിൽ നിന്ന് കിട്ടിയിരുന്ന സഹായം പഴയതുപോലെ ഹമാസിന് ലഭിക്കുന്നില്ല. ഇക്കാരണങ്ങൾ കൊണ്ട് ഹമാസ് ഏറെക്കുറെ ദുർബലമായിരിക്കുന്ന സാഹചര്യത്തിലാണ് വെടിനിർത്തൽ കരാർ പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാൻ വഴിതെളിഞ്ഞത്. ജനുവരി 20 മുമ്പ് തന്നെ കരാർ നിലവിൽ വന്നേക്കുമെന്നാണ് സൂചന. ഹമാസ് തടവിലാക്കി ഇസ്രായേലുകാരെ മോചിപ്പിക്കൽ, പോരാട്ടം നിർത്തിവെക്കൽ, ഇസ്രായേലിലെ ജയിലിലുള്ള പാലസ്തീൻ തടവുകാരെ മോചിപ്പിക്കൽ, ഗാസയ്ക്കുള്ള സഹായം തുടങ്ങിയ കാര്യങ്ങളാകും കരാറിലുണ്ടാകുക. അതേസമയം ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ സൈനികരടക്കമുള്ളവരെ 437 ദിവസമായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ കഴിയാത്തതിനെതിരെ ഇസ്രായേൽ പാർലമെന്റായ സെനറ്റിൽ പൊട്ടിത്തെറിച്ച് ബന്ദിയായ യുവാവിന്റെ മാതാവ്. ബന്ദിയായ മദൻ സൻഖൌക്കറുടെ അമ്മ ഐനവ് സൻഖൌക്കറാണ് ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ പാർലമെന്റിൽ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത്. തന്റെ മകൻ ഗാസയിൽ കൊല്ലപ്പെട്ടാൽ നിയമം കയ്യിലെടുക്കുമെന്ന് മന്ത്രി സെവ് എൽകിൻ ഇവർ മുന്നറിയിപ്പ് നൽകി. ഇതിന് പിന്നാലെ ഇവരെ സെക്യൂരിറ്റി ഗാർഡ് സെനറ്റിൽ നിന്ന് പിടിച്ചു പുറത്താക്കി. നെഗവ് ഗലീലി വികസന കമ്മിറ്റി ചർച്ചകൾക്കിടെയായിരുന്നു സംഭവം. ഇസ്രായേൽ സർക്കാർ ജനങ്ങളോട് കള്ളം പറയുകയാണെന്നും ബന്ദിമോചന കരാറിലെത്താൻ ഒന്നും ചെയ്യുന്നില്ലെന്നും ഐനവ് സൻഖൌക്കർ പ്രതികരിച്ചു. മന്ത്രി സെവ് എൽകിനോട് ഇവർ വാഗ്ദാനത്തിലേർപ്പെട്ടു. എന്റെ കുട്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ബന്ദികളിൽ കുറച്ചുപേർ മാത്രമേ ഇപ്പോൾ ജീവനോടെയുള്ളൂ. ഇനി എന്റെ മകനെ ബോഡി ബാഗിലോ ശരീരഭാഗങ്ങളായോ തിരികെ എത്തിച്ചാൽ ഞാൻ നിങ്ങളെ വിചാരണയ്ക്ക് കൊണ്ടുവരില്ല. പകരം നിയമം കയ്യിലെടുക്കും, അവർ മുന്നറിയിപ്പ് നൽകി. ഒക്ടോബർ 7 ബന്ദികളാക്കപ്പെട്ടവരിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം നിങ്ങൾക്കൊരിക്കലും കണ്ടെത്താൻ കഴിയില്ല. ഞങ്ങൾ എല്ലാവരെയും തിരികെ കൊണ്ടുവരുമെന്ന് നിങ്ങൾ നുണ പറയുകയാണ്. നിങ്ങളുടെ കസേര കാക്കാനാണ് നിങ്ങൾ കൂടുതൽ താല്പര്യമെന്നും ഐനവ് സഖൌക്കർ പറഞ്ഞു. ഇതിന് പിന്നാലെയാണ് സെനറ്റ് സെക്യൂരിറ്റി ഗാർഡുകൾ ഇവരെ ബലപ്രയോഗത്തിലൂടെ പിടിച്ച് പുറത്താക്കിയത്.